ഹലോ, അപ്പോൾ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പോകുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പായസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ സേമിയ പായസമാണല്ലേ. അതിന് വല്ലാണ്ട് വേറെ ഒരു പായസമില്ല. അപ്പോൾ അതാ ഒരു അടുപ്പിൽ ഞാൻ പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത് സേമിയയും കൂടി വറുത്തെടുക്കട്ടോ. അപ്പോൾ ഇതാക്കണ സേമിയം വറുത്തെടുത്തുകൊണ്ട് നല്ല കരിയാതെ നോക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നല്ലോണം പെട്ടെന്ന് ഇളക്കിയിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇത് ചെയ്യണതിൻ്റെ ഒരു മിസ്റ്റേക്കൊക്കെ വീഡിയോയിൽ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ തീരെ ഒന്നും കുക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ആ പാലിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സേമിയ കട്ട പിടിച്ച് പോകും കേട്ടോ. ഇതാ സേമിയ ഇട്ടിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുക്കേണ്ടത്. ഏലക്ക മാത്രം ഇട്ടാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി പൊടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പായസത്തിലേക്ക്, അതായത് സേമിയയും പാലും അതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് തിളച്ച് വന്നിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ തിരിച്ചപ്പോൾ മോള് കളിച്ചിട്ട് അത് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വലിച്ചപ്പോൾ അത് കയ്യിൽ പോകുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ കത്തി കൊണ്ടൊക്കെ കുത്തിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇത് കിട്ടിയത്. പിന്നെ കുറേ ഇതാക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇത് വരുന്നുണ്ടായില്ല. പിന്നെ കുറേ കത്തി കൊണ്ട് എങ്ങനെയൊക്കെയോ മുറിച്ച് ഒരു പോർഷനാക്കി എടുത്ത്, എന്നിട്ട് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടായത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ഇത് കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തോന്നുന്നത് എന്താ വെച്ചാൽ പറയാം. ഓക്കെ, ഞാനത്ര പ്രോ ഒന്നുമല്ല. അപ്പോൾ എന്നാലും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി പറയാം, അല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഓക്കെ. അങ്ങനെ സേമിയ അല്ല എന്താണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തത്, ഞാൻ പറഞ്ഞില്ല പൊട്ടിച്ചെടുത്ത് കുറച്ച് അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാംഗോ സാഗോ ഉണ്ടാക്കാൻ കരുതിയിരുന്നു. ഇപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് സാബൂനരി, ചവ്വരി എന്ന് പറയും, അത് തിളപ്പിച്ച് വെച്ചതുണ്ട്, വേവിച്ച് വെച്ചത്, അതും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇനി അണ്ടിയും മുന്തിരിയും ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ സേമിയ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇവിടെ മക്കൾക്ക് ആകെ ഇഷ്ടമുള്ളൊരു പായസം സേമിയ പായസമാണ്. അപ്പോൾ ഞാൻ മറ്റ് പായസങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടാക്കില്ല, ഈ പായസമാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കൽ. അപ്പോൾ ഓക്കെ, താങ്ക്സ്, ഇത്രയും നേരം കണ്ടതിന് താങ്ക്സ്. എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം, ബൈ.